സേവനപാതയിൽ മികച്ച മാതൃക ആയ രാമപുരം സേവാഭാരതിക്ക് കിടപ്പ് രോഗികൾക്കുള്ള ഡയപ്പറുകൾ കൈമാറി. സേവാഭാരതി ഓഫീസിൽ പ്രസിഡന്റ് MP ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കല്ലൂർക്കാട് സരസ്വതി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ M ശരത്ചന്ദ്രൻ നായർ പ്രസിഡന്റ് MP ശ്രീനിവാസന് കൈമാറി. ഇതുപോലുള്ള നമ്മളെ ഈ നിങ്ങളെപ്പോലുള്ള ഈ സഹോദരന്മാരുടെയൊക്കെ ഒരു ആത്മാർത്ഥമായ ഇത് അർപ്പണ മനോഭാവവും നിങ്ങളുടെ ഈ പ്രവർത്തന ശൈലിയിലേക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സേവനങ്ങൾ അവർ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുകയും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സാറ് രാമപുരം സേവാഭാരതിയുമായിട്ട് ഇനി കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പങ്കെടുത്ത് ഒരുമിച്ച് നമുക്ക് പോകാം. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് പാലിയേറ്റീവ് പരിചരണം. നമ്മൾ ആ വീടുകളിൽ ഓരോ പാവങ്ങളിലായിട്ടുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ അവരുമായിട്ട് ഇപ്പം കിടപ്പ് രോഗികൾ അവരെ ഒന്ന് കാണാൻ പറ്റുക, അല്ലെങ്കിൽ അവരെ ഒന്ന് സംസാരിക്കാൻ പറ്റുക, നമ്മളവിടെ ആ വീട്ടിൽ നിന്ന് അവരെ ഒന്ന് ചെല്ലുമ്പം തന്നെ അത് അവരുടെ ആ. ചടങ്ങിൽ സേവാഭാരതി രാമപുരം സെക്രട്ടറി ശശിധരൻ നായർ, RSS ഖണ്ഡ് സേവാ പ്രമുഖ് രാജീവ്, PP നിർമ്മലൻ, ബാബുരാജ്, BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ ഭഗവാനെ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നേക്കാൾ ഗുണമാണ് ആ വീശുന്ന ആളുകൾ കിട്ടുന്നത്. നമ്മളവിടെ പോയി സ്വാമി ശരണമയ്യപ്പ എന്ന് 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് ശരണം വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു നോക്ക് കണ്ടു, തൃപ്തിയായി. അതിലേറെ തൃപ്തി ആ അയ്യപ്പന് വേണ്ടി, ആ ഭക്തനായി വരുന്ന ആളുകൾക്ക് വേണ്ടി ആ കൈ ഒന്ന് വീശുകയോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന തോർത്തെടുത്ത് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അയ്യപ്പസ്വാമി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് അത് സ്വീകരിക്കുന്നത് നമ്മുടെ കൂടെയല്ല. നമുക്കൊരു ശാരീരികമായ സുഖം കിട്ടും എന്നുള്ളതിലുപരി അദ്ദേഹത്തിൻ്റെ മാനസികമായ സംതൃപ്തിയാണ്. ഞാനൊരു അയ്യപ്പനെ, 2 അയ്യപ്പനെ, 10 അയ്യപ്പനെ, 1 അയ്യപ്പന്മാരെ ഒക്കെ 10 മിനിറ്റ് എൻ്റെ കൈ കഴിക്കുന്നതോടൊപ്പം ഞാൻ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ച്, ആ അയ്യപ്പനെ സംബന്ധിച്ച് വലിയ സംതൃപ്തിയാണ്. അപ്പോൾ ഇത് ഈശ്വരാനുഗ്രഹമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പൂജ. ഇതിനാണ് മാനവ സേവ എന്ന് പറയുന്നത്.